ലീലേച്ച അങ്ങനെ ഏട്ടനെ കളിയാക്കിയൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞാലും ഏട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല. ഏട്ടന് നന്നായിട്ട് അറിയുന്ന ഒരാളായിരിക്കും ഏട്ടൻ കല്യാണം കഴിക്കുന്നത്. നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം ഇതല്ലേ? അത് നീ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ സ്വന്തം മകളെ നീ ന്യായീകരിക്കല്ലേ ഉള്ളൂ. ഞാൻ എന്ത് ന്യായീകരിച്ചു എന്ന് വാസ്തവമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഗിരിയും പാർവതിയും തമ്മിൽ ഒന്നുമില്ല. എടാ, നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒന്നുമില്ല. നീ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. എടാ, അവര് കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നവരല്ലേ. അതിൻ്റെതായ ഒരു സ്നേഹം അടുപ്പൊക്കെ അവർ തമ്മിലുണ്ട്. അല്ലാതെ നീ കരുതുന്ന പോലെ ഒരു പ്രേമവും അല്ല. എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എടാ, അവള് ഗിരിയെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നീയുമായിട്ടുള്ള വിവാഹത്തിന് അവള് സമ്മതിക്കോ? നീ നീ എന്താ പറഞ്ഞേ? ഞാനുമായിട്ടുള്ള വിവാഹത്തിന് പാറു സമ്മതിച്ചെന്നോ? ആടാ, സമ്മതിച്ചു. അവള് സമ്മതിച്ചടാ. എടാ, ഇത് ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ഈ കരുനീലിക്കാവിൽ അമ്മയാണ് സത്യം. എനിക്കത്ര വിശ്വാസം പോരാ. ഇന്ദ്ര, നീ ചുമ്മാ എന്റെ പെങ്ങളെ സംശയിക്കല്ലേ? എടാ, ചുമ്മാ സംശയിക്കുന്നതല്ലോ, കണ്ണിൽ കണ്ട കാഴ്ചകൾ അതല്ലേ. അവനും അവളും കാരണം എന്റെ വീട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട ഞാനാ. എടാ, അതിന്റെ യാഥാർത്ഥ്യം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിന് പകരം ഞാൻ ഇനി എന്ത് ചെയ്യണം പറയും? എനിക്ക് അവനോട്, ആ ഗിരിയോട് തീർത്താ തീരാത്ത പകയാ. അവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഞാൻ നാണം കെട്ടതുപോലെ സകലരുടെയും മുമ്പിൽ അവനും നാണം കിടന്നു. അത്രേ ഉള്ളൂ. അവനെ നമുക്ക് നാണം കെടുത്താടാ. അതിന് നീ എന്റെ കൂടെ നിൽക്കുവോ? ഞാനുണ്ട് നിന്റെ ഒപ്പം. എടാ, അവര് വരാറായോ? അവര് വന്നോണ്ടിരിക്കുക. ഉടനെ എത്തും. നകുലിനെ അമ്മാവനെ കണ്ടില്ലല്ലോ. നകുലൻ കോറിയിൽ എന്തോ അത്യാവശ്യമായിട്ട് പോയിരിക്കുക. അമ്മാവൻ വരും. അല്ല, നകുലിനും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു. നകുലേട്ടൻ ഇല്ലെങ്കിൽ എന്താ, ഞാനില്ല ഇവിടെ, അതുപോലെ. അയ്യോ മതിയെ. എവിടെ രത്ന? തയ്യാറാവുന്നേ ഉള്ളൂ. അകത്തുണ്ട്. വാ, കേറി വാ. വേണ്ട, വേണ്ടെങ്കി വേണ്ട. വാ മോളെ. ഇതുവരെ ഒരുക്കം കഴിഞ്ഞില്ലേ? അപ്പച്ചി സുന്ദരിയായിട്ടുണ്ട്. നീയാണോ ചേച്ചി ഒരുക്കിയത്? ഏയ്, ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാരും കൂടെ. എന്തായാലും നന്നായിട്ടുണ്ട്. സൂപ്പർ. ഗിരി, എന്താ മോനെ കണ്ണു നിറഞ്ഞിരിക്കുന്നേ? അത് പിന്നെ ഈ സങ്കടത്തിന്റെ കാരണം എന്താന്ന് ഞാൻ പറയട്ടെ. രത്ന ഉടനെ ഈ വീട് വിട്ടു പോകുന്ന ഓർത്തല്ലേ ഗിരിയേട്ട സങ്കടപ്പെടുന്നേ. ഈ പിള്ളേരൊന്നും നിന്റെ ചെറുകനടി കഴിഞ്ഞാ മതിയോ? അവർക്കൊരു ജീവിതം വേണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുക്കേച്ചി. എന്റെ പൊന്നു മക്കളെ, ഒരു പെണ്ണ് ഇവന്റെ ജീവിതത്തിൽ വരട്ടെ, അപ്പൊ കാണാം ഇവന്റെ യഥാർത്ഥ സ്വഭാവം. ലീലേച്ച അങ്ങനെ ഏട്ടനെ കളിയാക്കിയൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞാലും ഏട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല. ഏട്ടന് നന്നായിട്ട് അറിയുന്ന ഒരാളായിരിക്കും ഏട്ടൻ കല്യാണം കഴിക്കുന്നത്.
അല്ല ശശിയേട്ടൻ വന്നില്ലേ? പിന്നെ വരാതിരിക്കുവോ? ആളവിടെ തളത്തിലിരിക്കുവാ, നീ അങ്ങോട്ട് ചെല്ലും. ഞാൻ അങ്ങോട്ടേക്ക്. ശശിയേട്ടാ, ചക്കനും കൂട്ടിന് എപ്പോ എത്തുന്ന പറഞ്ഞേ? അവര് ആ ജംഗ്ഷൻ കഴിഞ്ഞു, ഉടനെ ഇങ്ങെത്തും. പപ്പേട്ടനെ കണ്ടില്ലല്ലോ. ആ, അമ്മാവനും ഉടനെ ഇങ്ങെത്തും. അപ്പച്ചിയും പാറും വന്നിട്ടുണ്ട്. ആ, വണ്ടി കിടക്കണ്ടായിരുന്നു. ശങ്കരേട്ടൻ ഇവിടെ ഇല്ലേ? പുറത്തെങ്ങും കണ്ടില്ല. അച്ഛൻ മുറിയിലിരിക്കുക, വിളിച്ചിട്ട് വരുന്നില്ല. അതെന്താ അങ്ങനെ? അത് ശരിയല്ലല്ലോ. ഞാനൊന്ന് ഏട്ടനെ കാണട്ടെ. ആ ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം കുഞ്ഞി ഒരു നല്ല ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാൻ. ഏ അപ്പൊ രശ്മിച്ചി റാണിച്ചി എടി ഭയങ്കരി, നീ കെട്ടാൻ തയ്യാറായിട്ടിരിക്കുക. കുടിച്ചിട്ടില്ല അല്ലേ? അത് നന്നായി. എങ്കി പിന്നെ എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നെ? ഇവിടെ ഒരു നല്ല ചടങ്ങ് നടക്കാൻ പോവല്ലേ. ഏട്ടൻ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് ശരിയാണോ? ആ തളത്തിലേക്ക് ചെല്ലാൻ പാടില്ലായിരുന്നോ? എന്നെ പോലുള്ള അപശകുനങ്ങളൊന്നും ഇമാതിരി ചടങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കുന്നതാ നല്ലത്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഞാനിവിടെ എങ്ങാനിരുന്നോളാം. അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാനൊന്നും പറ്റില്ല. പെണ്ണിന്റെ അച്ഛൻ വേണം മുന്നിട്ട് നിന്ന് നടത്തേണ്ടത്. ഇന്നിപ്പോ കുടിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ? സ്ഥാനം കൊണ്ട് മാത്രം അച്ഛനായാൽ പോരല്ലോ. അച്ഛനാവണമെങ്കിൽ അച്ഛൻ്റെതായ കർമ്മങ്ങളും ഉത്തരവാദിത്വങ്ങളും കൂടി നിറവേറ്റണം. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എന്താ ചെയ്തത്? കിട്ടുന്ന കാശ് മുഴുവൻ കള്ളു കുടിച്ച് തീർത്തു. അല്ലാതെ ഒരു മുട്ടായി തൊണ്ട് പോലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഈ ചടങ്ങിന്? ഈ ചിന്തയൊക്കെ നേരത്തെ തോന്നേണ്ടതായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടും വിഷമിച്ചിട്ടും കാര്യമില്ല. ഏട്ടനോട് ഈ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ഗിരിയോ പിള്ളേരോ പറഞ്ഞിട്ടുണ്ടോ? ഹേയ്, അവരങ്ങനെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ ഒഴിഞ്ഞു മാറുന്നേ? ഏട്ടൻ ഈ മനസാക്ഷി കുത്തൊക്കെ കളഞ്ഞിട്ടൊന്ന് വന്നേ. വരുന്നവരെ കൊണ്ട് വെറുതെ ഒരൊന്നും പറയിപ്പിക്കരുത്. വന്നേ. അല്ല ഭാഗ്യേ, ഞാൻ ഒന്നും പറയണ്ട, കൂടെ വന്നാ മതി. വാ, വരാൻ. വാ, ഇറങ്ങിറങ്ങി.